ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമുക്ക് അതായത് രണ്ട് നിലയുള്ള വീടാണെങ്കിൽ ഒന്നാമത്തെ നിലയിൽ നിന്ന് രണ്ടാമത്തെ നിലയിലേക്ക് നമുക്ക് വയർ കൊണ്ടുപോകുന്നതിനേക്കാൾ പകരമായിട്ട് സെപ്പറേറ്റ് ഒരു ഒരു സിംഗിൾ ഫേസിൻ്റെ ചെറിയ വെച്ചതിന് ശേഷം താഴെ 3 ഫേസ് വയ്ക്കുക. മുകളിൽ ഒരു ചെറിയ 3 ഫേസിൻ്റെ ഒരു 16 അല്ലെങ്കിൽ 12 വെച്ചതിന് ശേഷം എങ്ങനെ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇതിപ്പോൾ ഓൾറെഡി താഴെ നിന്നും സർക്യൂട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. താഴെ നിന്ന് സർക്യൂട്ട് താഴത്തെ തൊട്ട് താഴെ ഇരിക്കുന്നത് അതിൽ നിന്നൊരു സർക്യൂട്ട് നമ്മൾ ഇതിലൂടെ വന്ന് നമ്മുടെ മെയിൻ ലേക്ക് വരുന്നു. മെയിൻ എന്ന് വെച്ചാൽ മുകളിൽ വെച്ചിരിക്കുന്ന അതിനുശേഷം അവിടെ നിന്ന് വരുന്ന ഓരോ റൂമുകളിലേക്കും പോകുന്നത് നമ്മൾ 4 PVC ബോക്സ് വെച്ച് ഉണ്ട്. 4 സൈഡുകളിലും 4 ജംഗ്ഷൻ പോലെ PVC ബോക്സ് കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര പൈപ്പ് ഒരു 4 ബോക്സിൻ്റെ ഒരു സൈഡിൽ നിന്നും നമുക്ക് ഒരു 1 ഇഞ്ച് പൈപ്പ് അല്ലെങ്കിൽ 25 mm ഒരു പൈപ്പ് 3 കയറ്റാൻ നമുക്ക് 6x4 ആവുന്ന സമയത്ത് 5 പൈപ്പ് കൊടുക്കാൻ പറ്റും. അങ്ങനെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. സാധാരണ ജംഗ്ഷൻ ഉപയോഗിക്കണമെങ്കിൽ നല്ല PVC ഉപയോഗിച്ച് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം നമുക്ക് പിന്നീട് ആവശ്യം വന്നാൽ തന്നെ ഒരു വയറോ കാര്യങ്ങളൊക്കെ വലിച്ചെടുക്കണമെങ്കിൽ തന്നെയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കും. അത് തന്നെ ഇത് ഈ റൂമിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. പൈപ്പുകളൊക്കെ കറക്റ്റായിട്ട് അടിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കണ്ടോ, ഇതൊരു ബെഡ് സ്വിച്ചാണ് വന്നത്. ബെഡ് സ്വിച്ചിലേക്ക് നമ്മൾ ആ യിൽ നിന്ന് വരുന്ന സർക്യൂട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ സെൻറ്ററിൽ നമ്മൾ RD കൂട്ട് കൊടുത്തു. 2 സൈഡിലായിട്ട് 65 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് ബെഡ് സ്വിച്ച് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അവിടെ നിന്ന് പൈപ്പ് ഇതുപോലെ തന്നെ നേരെ അവിടെ ഏറ്റവും ബെഡ് സ്വിച്ചിലാണ് അവിടെ സർക്യൂട്ട് വരുന്നത്. അതിനുശേഷം വീണ്ടും ഒരു ലൈറ്റ് വരുന്നുണ്ട്. നമ്മളൊരു 4 കൊടുത്തു. പിന്നെ മുകളിൽ നിന്നുള്ള സീലിംഗ് നമ്മൾ ആ 4 പിടിച്ചിരിക്കുന്നത്. അതിനുശേഷം കണ്ടോ 4 പിടിച്ച് തന്നെ PVC കാണാം. അതിൽ നിന്നും 2 പൈപ്പ് 1 ഇഞ്ചും 1/4 ഇഞ്ചും നമ്മുടെ മെയിൻ എൻട്രൻസ് ആ റൂമിൻ്റെ മെയിൻ എൻട്രൻസ് ബോക്സിലേക്കാണ് നമ്മൾ കൊടുത്തത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം ശരിക്കും പറഞ്ഞാൽ 4 PVC വെച്ച് ചെയ്യുന്നതാണ് നല്ലത്. എവിടെയാണോ ലൈറ്റ് പോയിൻ്റ് ആവശ്യം വരുന്നത് അവിടെ നമ്മൾ നാല് PVC കൊടുക്കുക. PVCയുടെ ബോക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കത് ജംഗ്ഷനായിട്ട് ഉപയോഗിക്കുകയും ചെയ്യാം. നമുക്ക് പെട്ടെന്ന് വയർ വലിക്കുന്നതിനും കാര്യങ്ങൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഒറ്റ 1 ഇഞ്ച് പൈപ്പ് മാത്രം ഇട്ട് നമ്മൾ പണ്ട് ജംഗ്ഷൻ ചെയ്യുന്ന പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ വയർ കാര്യങ്ങളെല്ലാം ടൈറ്റ് ആവാനും ചെറിയൊരു ചൂടാവലോ കാര്യങ്ങളോ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ കത്ത് പിടിക്കാനുള്ള ചാൻസസും കൂടുതലാണ്. അപ്പോൾ അധികം മാക്സിമം പൈപ്പ് കൂടുതലായിട്ട് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഭാവിയിലാണെങ്കിൽ തന്നെയാണെങ്കിലും എന്തെങ്കിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പെട്ടെന്ന് ഏതെങ്കിലും ഒരു വയറോ അല്ലെങ്കിൽ പിന്നീട് റൂമിലൊന്ന് സീലിംഗ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു വയർ വലിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ 4 ആകുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കും. ഇത് ആ റൂമിൽ നിന്നും അല്ലെങ്കിൽ ഒരു സിറ്റ് ഔട്ടിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഏരിയയാണ്. 18 മോഡുകളുടെ ബോക്സാണ് വെച്ചിരിക്കുന്നത്. അത് വെച്ചിരിക്കുന്നതെല്ലാം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് വെച്ചിരിക്കുന്നത്. സ്റ്റീലിൻ്റെ ബോക്സാണ് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കതൊരു തുരുമ്പിടിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഒതുക്കുന്നില്ല. നമുക്ക് വർഷങ്ങളോളം നിന്നാലും തുരുമ്പിടിക്കില്ല. സ്റ്റെയിൻലെസ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത്. സ്റ്റെയിൻലെസ് സ്റ്റീൽ ബോക്സ് ചെയ്ത ഒരു വീഡിയോ ഞാൻ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയണം താല്പര്യം നിങ്ങൾക്ക് അതിൽ കയറി കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇതാണ് ഐക്കണ്ട സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ബോക്സാണ് വരുന്നത്. ഇത് നമുക്ക് സിമ്പിളായിട്ട് മറ്റേ ബോക്സിനെ അപേക്ഷിച്ച് കുറച്ച് ഒരു 5% മാത്രമേ വില കൂടുതലുള്ളൂ. പക്ഷേ ഈ ആയുസ് നോക്കുമ്പോൾ വളരെ വളരെ ലൈഫാണ്. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഒരു ചെറിയൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. അതായത് നമ്മൾ മെയിൻ 3 ഫേസ് യിൽ നിന്നും സെപ്പറേറ്റ് നമ്മൾ ഇവിടെ വയ്ക്കുന്നു. ആ യിൽ നിന്നാണ് കംപ്ലീറ്റ് റൂമുകളിലേക്കും അതിൽ മുകളിലുള്ള സെക്ഷൻ കംപ്ലീറ്റ് ഒറ്റ സിംഗിൾ ഫേസ് ചെറിയ കണ്ട് ആ വരച്ചിരിക്കുന്നത് കാണാൻ സാധിക്കുമല്ലോ. അവിടെയാണ് നമ്മൾ വയ്ക്കുന്നത്. ഇതിന് ശേഷമാണ് കംപ്ലീറ്റ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താണ് പോകുന്നത്. ഓരോ റൂമിലേക്ക് ഹാളിലേക്ക് എല്ലാം സെപ്പറേറ്റ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഗുണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റ് മുകളിലുള്ള സർക്യൂട്ടും കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് വയർ വലിച്ച് നമുക്ക് താഴത്തെ എത്തിക്കേണ്ട അത്രയും വയർ സേവ് ചെയ്യാം. താഴെ നിന്ന് ആകെ വരുന്ന സിംഗിൾ ഫേസിൻ്റെ കണക്ഷൻ മാത്രമാണ് നമുക്ക് ആവശ്യം വരുന്നുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ.